ഹായ് മക്കളെ, നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് കയറുവാണല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം 6ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ ഏകദേശം കഴിയാറായി. ഇനി ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു മാസം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത വർഷത്തെ മാത്സ് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവും. പൊതുവേ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാനാണ് സാധ്യത. അപ്പോൾ എത്ര തന്നെ ഡിഫിക്കൽട്ട് ആയാലും എങ്ങനെ ഈസി ആയിട്ട് മാത്സ് പഠിക്കാൻ നോക്കിയാലോ. അതിന് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ബേസിക് കോൺസെപ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. അതായത് നമ്മളുടെ ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കി വെക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു കാൽക്കുലേഷൻസ് ഒക്കെ ഇപ്പോഴേ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്പേഴ്സ് കൂട്ടി നോക്കുക, ചെറിയ ചെറിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഓപ്പറേഷൻസ് സ്ട്രോങ് ആക്കി വെക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പഴയ ടെക്സ്റ്റ് ബുക്ക്, അതായത് 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിലെ കുറച്ച് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ കാൽക്കുലേഷൻസ് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, 1ാമത്തെ ചാപ്റ്ററായ വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ മക്കളെ പഠിപ്പിക്കുന്നത് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കോമ്പസ് എടുക്കുക, വട്ടം വരച്ച് കളിക്കുക. അതേപോലെ തന്നെ പാർട്ട് നമ്പർ, ഭാഗങ്ങളുടെ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫ്രാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കൂടി വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് മറച്ചു നോക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം എത്ര തന്നെ ഡിഫിക്കൽട്ട് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും.